കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം തുടരുന്നു. ഡൽഹി ജന്തർ മന്ദറിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ പഠിക്കാൻ സമിതി നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. ഡോക്ടർമാർ സമരം പിൻവലിക്കണമെന്നും കേന്ദ്ര സർക്കാർ. ആർജിക്കർ ആശുപത്രി ആക്രമണത്തിൽ 30 പേർ പിടിയിൽ. കർണാടക ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നിയമ നടപടിക്ക് വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന സിദ്ധരാമയ്യ. പാർട്ടി തനിക്കൊപ്പമെന്നും രാജിവെക്കില്ലെന്നും കർണാടക മുഖ്യമന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ലീഗ് നേതാവ് പാറയ്ക്കൽ അബ്ദുള്ളക്കെതിരെ നിയമ നടപടിയുമായി ഡിവൈഎഫ്ഐ നേതാവ്. അപകീർത്തികരമായ പരാമർശം പിൻവലിക്കണമെന്ന് റിബേഷ് രാമകൃഷ്ണൻ. 3 ദിവസത്തിനകം ഖേദപ്രകടനം നടത്തണമെന്നും വക്കീൽ നോട്ടീസിൽ ആവശ്യം. മാപ്പ് പറയില്ലെന്ന് പാറയ്ക്കൽ അബ്ദുള്ള. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകുന്നതിൽ എതിർപ്പറിയിച്ച CITU സംസ്ഥാന ഘടകം ഗതാഗത കമ്മീഷണർക്ക് കത്ത് നൽകി. തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം. ഗതാഗത അതോറിറ്റി തീരുമാനമെടുത്തത് CITU മാടായി ഏരിയ കമ്മിറ്റിയുടെ അപേക്ഷയിൽ. ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് വൈകും. തീരുമാനം നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഹർജി പരിഗണിച്ച ശേഷം തീരുമാനം. റിപ്പോർട്ട് തേടി വിവരാവകാശ കമ്മീഷൻ.